പ്രിയകുട്ടികളെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് പഠിക്കേണ്ടത്. സോൾവ് ഗ്രാഫിക്കലി എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു 2x. ഇതൊരു പ്രത്യേക സൈസ് ഇനിക്വാളിറ്റിയാണ്, ഇത്രയും നാളും നമ്മൾ കാണാത്തത്. ഇത് 3 എണ്ണം കിടപ്പുണ്ട്. എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു 2x. ഇതിനെ നമ്മൾ രണ്ടാക്കി, ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്നിച്ച് കിടക്കുന്നു. പക്ഷേ ഇത് രണ്ടാക്കി എടുത്താൽ മതി. ഒന്ന് ഇത്രയും ഭാഗം എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൈ, പിന്നെ ഇത്രയും ഭാഗം വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു 2x. അങ്ങനെ രണ്ടാക്കി ഇങ്ങ് എടുത്താൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൈ, അടുത്തത് വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു 2x. എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൈക്ക് വേണ്ടി എക്സ് ഈക്വൽ ടു വൈയും വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു 2xന് വേണ്ടി വൈ ഈസ് ഈക്വൽ ടു 2x നമ്മൾ ലൈൻസ് വരയ്ക്കുന്നു. അതിനുവേണ്ടി പോയിൻറ്റ്സ് എടുക്കുന്നു, കോളം വരച്ചു. എക്സ് വൈ, എക്സിന് 0 ഇടുമ്പോൾ വൈയും 0. എക്സിന് ഏത് വില കൊടുത്താലും വൈയും സെയിം തന്നെയാണ്. -1 -1, 2ന് 2, അങ്ങനെ പോയിൻ്റ് എടുത്തു. ഇവിടെ വൈ ഈസ് ഈക്വൽ ടു 2xന് വേണ്ടി എക്സ് 0 എടുക്കുമ്പോൾ വൈ എന്താണ്? 2 × 0 0. എക്സ് 1 എടുക്കുമ്പോൾ 2 × 1 2 ആണ് വൈ. എക്സ് -1 എടുക്കുമ്പോൾ 2 × -1 -2 ആണ് വൈ. അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റുകൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു, ആരോ മാർക്ക് ഇട്ടു, ക്യാപിറ്റൽ എസ് ക്യാപിറ്റൽ വൈ പേരിട്ടു. പോയിൻറ്റ്സ് 0ക്ക് 0, -1 -1, 2ന് 2, 0ക്ക് 0, -1ന് -1, 2ന് 2. ഇതെല്ലാം വരുന്ന വൈ ഈക്വൽ ടു എക്സ് എന്ന ലൈൻ ഇങ്ങനെ ഒറിജിനിൽ കൂടി ചെരിച്ച് വരയ്ക്കുന്ന ഈ ലൈനാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെ കറക്റ്റായിട്ട് ഇങ്ങനെ മുറിക്കുന്ന ലൈനാണ് വൈ ഈക്വൽ ടു എക്സ്. നമ്മൾ ആരോ മാർക്കിട്ട് വരച്ചു. എക്സ് ഈക്വൽ ടു വൈ തന്നെയാണ്, വൈ ഈക്വൽ ടു എക്സ്. ആരോ മാർക്കിട്ട് പേരെഴുതി. അടുത്ത ലൈൻ വരയ്ക്കുകയാണ്. 0ക്ക് 0, 1ന് 2, 0ക്ക് 0 ഇവിടെ, 1ന് 2 ഇവിടെ, -1ന് -2 എന്നാണ് അടുത്തത്. അതിവിടെ കണ്ടോ, -1ന് -2. എക്സ് അക്ഷത്തിലെ -1ന് വൈ അക്ഷത്തിലെ -2. അങ്ങനെ 1 2 3 3 ഞാൻ ഇൻറ്റു മാർക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇതാണ്, ഒന്ന് ഇവിടെ ഇട്ടില്ല എന്നേ ഉള്ളൂ, ഇവിടെ ഉണ്ട്. പിന്നെ ഇത് 3 കൊണ്ട് ചേർന്ന് ലൈൻ നീട്ടി വരച്ചു, ആരോ മാർക്ക് ഇട്ടു, വൈ ഈക്വൽ ടു 2x എന്ന് പേരിട്ടു. ഇനി നമ്മുടെ ഇനിക്വാളിറ്റി എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൈ എന്നാണ്. അതായത് ഈ ലൈൻ എക്സ് ഈക്വൽ ടു വൈ എന്ന ലൈൻ, ഈ ലൈൻ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൈ. ഈ ലൈനിൽ കൂടി കത്രിക വെച്ച് മുറിച്ച് പേപ്പർ 2 കഷ്ണമായിട്ട് പിരിക്കുകയാണ്. അതിൻ്റെ ഏത് ഭാഗത്താണ് എക്സിൻ്റെ വില വൈയേക്കാൾ കുറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ വില വൈക്ക് ഈക്വലായിട്ടിരിക്കുന്നത് കൊണ്ട് അത് ഈ ലൈൻ തന്നെയാണ്. ഇനി എക്സിൻ്റെ വില വൈയേക്കാൾ കുറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കിയേ. എക്സിൻ്റെ വില 3 ആകുമ്പോൾ വൈ വില 1, എക്സിൻ്റെ വില 4 ആകുമ്പോൾ വൈ വില 2 ഈ ഭാഗത്ത് വരും. എക്സിൻ്റെ വില 6 ആകുമ്പോൾ വൈ വില 3. അപ്പോൾ എക്സിൻ്റെ വില വൈ വിലയേക്കാൾ കുറഞ്ഞിരിക്കണം എന്നാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതല്ല, എക്സിൻ്റെ വില 3ന് വൈ വില 1 ഇവിടെ വരും, എക്സിൻ്റെ വില 4ന് വൈ വില 1 ഇവിടെ വരും, എക്സിൻ്റെ വില 6ന് വൈ വില 1 ഇവിടെ വരും. ഈ പറഞ്ഞതിലെല്ലാം എക്സ് വില വൈ വിലയേക്കാൾ കൂടിയിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ ലൈനിന് കത്രിക വെച്ച് മുറിക്കുമ്പോൾ മുറിഞ്ഞ 2 ഭാഗം പേപ്പർ കഷ്ണങ്ങളിൽ ഇപ്പുറത്തെ പേപ്പർ കഷ്ണത്തെ മുഴുവൻ നേരെ തിരിച്ചാണ് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പുറത്തെ പേപ്പർ കഷ്ണമാണ് ഷെയ്ഡിങ്ങിൽ വരുന്നതെന്നും പിടികിട്ടി. അടുത്തത് വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു 2x ആണ്. ഇതാണ് വൈ ഈക്വൽ ടു 2x എന്ന ലൈൻ. വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു 2x എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ച് കത്രിക കൊണ്ട് മുറിച്ചിങ്ങനെ പേപ്പർ മുറിച്ച് വെച്ചിരിക്കുകയാണ് രണ്ടാക്കി. ഇപ്പുറത്തെ സൈഡും ഉണ്ട്, അപ്പുറത്തെ സൈഡും ഉണ്ട്. അതിലേത് സൈഡിലാണ് വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു 2x? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതല്ലേ കത്രിക വെച്ച് മുറിച്ചിരിക്കുന്ന ലൈൻ. ഇപ്പുറത്തെ സൈഡിലൊരു പോയിൻറ്റ് 5 0 എടുക്കാം. 5 0, എക്സ് അക്ഷത്തിലെ 5, വൈ അക്ഷത്തിലെ 0, 5 0. 5 0 ഇവിടെ കൊണ്ടുപോയി കൊടുക്കാം. 5 0 കൊടുക്കുമ്പോൾ 0 ലെസ് താൻ ഓർ ഈക്വൽ ടു 2 × 5, 0 ലെസ് താൻ ഓർ ഈക്വൽ ടു 2 × 5, 0 ലെസ് താൻ ഓർ ഈക്വൽ ടു 10. അത് ശരിയോ തെറ്റോ? 0 ലെസ് താൻ ഓർ ഈക്വൽ ടു 10. നിങ്ങൾ സൈഡിൽ എഴുതിക്കോ 5 0 എന്ന്. എന്നിട്ട് ഇതിൽ കൊടുക്കുവാണ്. 0 ആണ് വൈ, ലെസ് താൻ ഓർ ഈക്വൽ ടു 2 × 5 ആണ് എക്സ്. അപ്പോൾ 0 ലെസ് താൻ ഓർ ഈക്വൽ ടു 10. അത് ശരിയാണ്. അതുകൊണ്ട് വൈ ഈക്വൽ ടു 2xൽ കൂടി കത്രിക വെച്ച് മുറിച്ചപ്പോൾ മുറിഞ്ഞ 2 പേപ്പർ കഷ്ണത്തിൽ ഇപ്പുറത്തെ സൈഡിലാണ് 5 0. അത് കൊടുത്തപ്പോൾ നമുക്ക് ശരിയാണ് കിട്ടിയത്.
അതുകൊണ്ട് ഈ y = 2x എന്ന് പറയുന്ന ഈ ലൈനിൽ കൂടി കത്രികയ്ക്ക് കട്ട് ചെയ്തപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് ഷെയ്ഡിങ് വന്നതെന്ന് പിടികിട്ടി. ആദ്യത്തേൻ്റെ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലൈൻ y = x-ൻ്റെ ഈ സൈഡായിരുന്നു. രണ്ടാമത്തെ ലൈൻ y = 2x-ൻ്റെ ഈ സൈഡാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇവയ്ക്ക് രണ്ടിനെയും ഇടയ്ക്ക് കിടക്കുന്ന ഈ സ്ഥലമാണ് പിടികിട്ടി. ആ സ്ഥലം നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഇനിക്വാളിറ്റി റെപ്രസെൻറ്റ്സ് ദി സെക്കൻഡ് ക്വാഡ്രൻറ്റ്? സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഏതാണ്? ഈ പറയുന്ന 4 ഇതാണ്. നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുമ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇവിടെ സെക്കൻഡ്, ഇവിടെ തേർഡ്, ഇവിടെ ഫോർത്ത്. ഇതൊക്കെ ട്രിഗ്നോമെട്രിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ആ പാഠം 3ാമത്തെ ചാപ്റ്ററാണ്. പക്ഷേ അത് ആദ്യം കയറി പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നതുകൊണ്ട് അത് പഠിപ്പിക്കാതെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇത് നിങ്ങൾ അന്നേരം കാണാത്തത്. ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്. അവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇങ്ങോട്ട് കറങ്ങണം ആംഗിൾ. അല്ലാതെ ഈ പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ നിന്ന് ക്ലോക്ക് വൈസിലല്ല കറങ്ങേണ്ടത്. ക്ലോക്ക് കറങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആംഗിൾ അളക്കേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇവിടെ 0 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 180 ഡിഗ്രി, ഈ ലൈനിൽ 270 ഡിഗ്രി, ഇവിടെ 360 ഡിഗ്രി. ഒന്നുകൂടെ 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. സെക്കൻഡിലെ നെഗറ്റീവ് എക്സ് അക്ഷവും പോസിറ്റീവ് വൈ അക്ഷവുമാണ് ഇതിൻ്റെ അതിരായിട്ട് വന്നേക്കുന്നത്. നെഗറ്റീവ് എക്സ് ആക്സിസും പോസിറ്റീവ് വൈ ആക്സിസും. അപ്പോൾ ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ അനേകം പോയിൻറ്റുകൾ കിടപ്പുണ്ട്. ഏത് പോയിൻ്റ് എടുത്താലും എക്സ് കോർഡിനേറ്റ് നെഗറ്റീവാണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവാണ്. ഇതാണ് വൈ കോർഡിനേറ്റ് നെഗറ്റീവ് വരുന്ന സ്ഥലം, ഇത് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് വരുന്ന സ്ഥലം. അപ്പോൾ സെക്കൻഡിനെ സംബന്ധിച്ച് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവാണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവാണ്. എക്സ് നെഗറ്റീവ് ഇതും എക്സ് നെഗറ്റീവാണ്, പക്ഷേ വൈ പോസിറ്റീവാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇത് സെക്കൻഡിൻ്റെ വൈ കോർഡിനേറ്റ് പോസിറ്റീവാണ്. എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് ഈ പറയുന്ന ആൻസറാണ്. എക്സ് നെഗറ്റീവ് 0യിൽ കുറവ്, അതാണ് എക്സ് നെഗറ്റീവ്. വൈ പോസിറ്റീവ് 0യിൽ കൂടുതൽ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഇതാണ്, x<0, y>0. ഇനി നിങ്ങളോട് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ചോദിച്ചെങ്കിലോ, അവിടെ എക്സും പോസിറ്റീവ്, വൈയും പോസിറ്റീവ്. അത് ഇതല്ലേ ആൻസർ. x>0, y>0. ഇനി നിങ്ങളോട് തേർഡാ ചോദിച്ചെങ്കിലോ, എക്സ് നെഗറ്റീവ്, വൈയും നെഗറ്റീവ്. എക്സും നെഗറ്റീവ്, വൈയും നെഗറ്റീവ്. എക്സ് നെഗറ്റീവ്, വൈയും നെഗറ്റീവ്. ഇതാണത് രണ്ട്. എക്സ് 0ത്തിൽ കുറവ്, വൈയും 0ത്തിൽ കുറവ്. ഇനി ഫോർത്താ ചോദിച്ചെങ്കിലോ, എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ഇതാത് എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. എക്സ് 0ത്തേക്കാൾ കൂടുതൽ, അതായത് എക്സ് പോസിറ്റീവ്, വൈ 0ത്തേക്കാൾ കുറവ്, അതായത് വൈ നെഗറ്റീവ്. റൈറ്റ് ദ ഇനിക്വാളിറ്റീസ് ദാറ്റ് റെപ്രസെൻറ്റ് ദി ഷെയ്ഡഡ് റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ. ഈ താഴെ പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം വെച്ച് അതിൻ്റെ 4 അതിരുകളിൽ വരുന്ന ഇനിക്വാളിറ്റീസ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ലൈൻ എക്സ് സമം 2, ഈ ലൈൻ y സമം 1, ഈ ലൈൻ y സമം -1, ഈ ലൈൻ എക്സ് സമം -2. ഇത് എക്സ് സമം എടുക്കാൻ കാരണം എക്സ് അക്ഷത്തേലെ -2-വിൽ കൂടി പോകുന്ന ലൈൻ എക്സ് സമം -2, എക്സ് അക്ഷത്തേലെ പോസിറ്റീവ് 2-ൽ കൂടി പോകുന്ന ലൈൻ എക്സ് സമം 2, വൈ അക്ഷത്തേലെ 1-ൽ കൂടി പോകുന്ന ലൈൻ y = 1, വൈ അക്ഷത്തേലെ -1-ൽ കൂടി പോകുന്ന ലൈൻ y = -1. ഇനി എക്സ് അക്ഷത്തേലെ 2-ൽ കൂടി പോകുന്ന എക്സ് സമം 2 എന്ന ലൈനിൻ്റെ
ഇപ്പുറത്തെ സൈഡാണ് ഷെയ്ഡിങ് വന്നത്. അതായത് ഈ ലൈൻ വെച്ച് കത്രികയ്ക്ക് കട്ട് ചെയ്താൽ കടലാസ് മുറിയുമല്ലോ, അതിലിപ്പുറത്തെ കടലാസ് കഷ്ണത്തിലാണ് ഷെയ്ഡിങ് വന്നേക്കുന്നത്. ഇപ്പുറത്തെ ഭാഗം എന്ന് പറയുന്ന വില എക്സ് <2 വരുന്ന സ്ഥലമാണ്. 2 കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് ഈക്വൽ ടു എക്സ് <2 വരും. ഇനി ഇതിലെയാണ്, ഈ ലൈനിൽ കൂടിയാണ് കത്രികയ്ക്ക് മുറിക്കുന്നതെങ്കിൽ ഇപ്പുറത്തൊരു കടലാസ് കഷ്ണം അപ്പുറത്തൊരു കടലാസ് കഷ്ണം വരുന്നതിൽ ഈ സൈഡിലെ കടലാസ് കഷ്ണത്തിലാണ് ഷെയ്ഡിങ് വന്നത്. അപ്പോൾ എക്സ് വില -2 കൂടുതലാണ് അങ്ങോട്ട്. എക്സ് > -2. ഇനി ഇതിലെയാണ് കത്രികയ്ക്ക് കട്ട് ചെയ്യുന്നതെങ്കിൽ പേപ്പർ കഷ്ണം മുറിഞ്ഞല്ലോ, രണ്ടായി. ഒന്ന് മുകളിലുള്ള പേപ്പർ കഷ്ണവും 2 ഇതിലെ കട്ട് ചെയ്തപ്പോൾ താഴെയുള്ള പേപ്പർ കഷ്ണവും. അതിൽ താഴെയുള്ള ഭാഗമാണ് ഷെയ്ഡിങ് വന്നത്. അപ്പോൾ y < 1 ആണത് താഴേക്കുള്ള ഭാഗം. ഇനി ഇതിലെയാണ് കത്രികയ്ക്ക് കട്ട് ചെയ്യുന്നതെങ്കിൽ കടലാസ് കഷ്ണം രണ്ടായിട്ട് മുറിഞ്ഞു, ഒന്ന് ഇതും ഒന്ന് ഈ മുകളിലത്തെ. അതിൽ മുകളിലുള്ള ഭാഗമാണ് ഷെയ്ഡിങ് വന്നത്. അപ്പോൾ y > -1. അങ്ങനെ നമുക്ക് 4 ഇൻഇക്വാളിറ്റി പറയാം. സോൾവ് ദി ഇൻഇക്വാളിറ്റി ആൻഡ് ഷോ ദ സൊല്യൂഷൻ ഗ്രാഫിക്കലി ഓൺ നമ്പർ ലൈൻ. 4x + 3 < 5x + 7. 4x + 3 < 5x + 7. 4x - 5x < 7 - 3 -x < 4. നമുക്ക് മൈനസ് കൊണ്ട് രണ്ട് സൈഡും ഗുണിക്കാം. അപ്പോൾ -x + x ആവും, 4 -4 ആവും. പക്ഷേ < ആവും. ഇതിൻ്റെ അർത്ഥം എക്സിന് -4 വരാം, -4 കൂടുതലും വരാം. മനസ്സിലത് കാണുക, നമ്പർ ലൈൻ കാണുക. ഇങ്ങേറ്റം -∞, അങ്ങേറ്റം +∞. ആരോ മാർക്കിട്ട് നമ്മൾ വരച്ച നമ്പർ ലൈൻ മനസ്സിൽ കാണുക. -4 വരാം, -4 കൂടുതലും വരാം എക്സ്. അപ്പം -4 തൊട്ട് വലത്തോട്ട് ഇൻഫിനിറ്റി വരെ പോവുകയാണ് ചെയ്യുന്നത്. -4 കറുപ്പിക്കണം, -4 കറുപ്പിക്കണം. ഇത് കറുപ്പിച്ചിട്ടുണ്ട്, ഈ വട്ടം കറുപ്പിക്കണം. -4 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഭാഗം ഷെയ്ഡിങ് വരും. സൊല്യൂഷൻ സെറ്റ് ക്ലോസ് ടു -4 ഓപ്പൺ ഇൻഫിനിറ്റി. സോൾവ് ഗ്രാഫിക്കലി 1 2 3 4 5 ഇൻഇക്വാളിറ്റിയാണ്. 2s + y > 4ന് 2s + y = 4 വരയ്ക്കുക. s + y < 3ക്ക് s + y = 3 വരയ്ക്കുക. 2s - dy < 6ന് 2s - dy = 6 വരയ്ക്കുക. x < 0ക്ക് x 0, y < 0ക്ക് y 0. x 0 എന്ന് പറയുന്നത് y ആക്സിസ് ആണ്, y 0 എന്ന് പറയുന്നത് x ആക്സിസ് ആണ്. x 0 എടുക്കുമ്പോൾ 2 × 0 + y 4. അപ്പോൾ y വില 4, 0 4. y 0 എടുക്കുമ്പോൾ 2x + 0 4, x 2 2 0. ആദ്യത്തെ ലൈൻ വരയ്ക്കാം. 0 4 y ആക്സിസിലെ 4, 2 0 x അക്ഷത്തിലെ 2. അപ്പോൾ 4ഉം 2ഉം കൂടി ചേർന്ന് ലൈൻ വരച്ച് ആരോമാർക്കിട്ട് വെച്ചിരിക്കുന്നു. 2s + y = 4. അടുത്തത് x 0 എടുത്തു, അപ്പോൾ y 3, y 0 എടുത്തു, അപ്പോൾ x 3, 0 3 y ആക്സിസിലെയും 3 0 x ആക്സിസിലെയും 3 3. ഇതേ നീട്ടി വരച്ചിരിക്കുന്നു ലൈന്. s + y = 3. x 0 എടുക്കുമ്പോൾ -3y 6 വന്നിട്ട് y -2. y 0 എടുക്കുമ്പോൾ 2x 6 വന്നിട്ട് x 3. 0 -2 y ആക്സിസിലെ 3 0 x ആക്സിസിലെ ആരോ മാർക്കിട്ട് വരച്ച് 2s - dy = 6. y ആക്സിസെ കൊണ്ടുപോയി x 0 എന്ന് എഴുതണമായിരുന്നു, മറന്നുപോയി ഞാൻ. നിങ്ങളൊന്ന് എഴുതിയേക്കണം. ഇവിടെ x 0, x അക്ഷത്തെ കൊണ്ടുപോയി y 0. ഇത് രണ്ടും എഴുതി ചേർക്കണം. ഇതിൽ നമ്മുടെ അര മാർക്ക് പോവും. ആദ്യത്തെ ഇൻഇക്വാളിറ്റി 2s + y > 4. ഇതാണ് നമ്മുടെ 2s + y = 4 എന്ന ലൈൻ. ഇതിലെ കത്രികയ്ക്ക് മുറിച്ചു, കടലാസ് മുറിഞ്ഞ് രണ്ടായി. അതിൻ്റെ താഴെയുള്ള ഭാഗത്താണ് 0 0. അതുകൊണ്ട് നമ്മൾ കൊടുത്തു 2 × 0 + 0, അതായത് 0 > 4. 0 > 4. പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയോ തെറ്റ് നോക്കാൻ അറിയാമുള്ളതൊരു സൈഡിൽ എഴുതണം. അത് 0 > 4 തെറ്റാണ്.
നമ്മുടെ 2x + y = 4 എന്ന ലൈൻ്റെ താഴെയുള്ള കത്രി കൊണ്ട് മുറിഞ്ഞ താഴെയുള്ള ഭാഗം 0 കിടക്കുന്ന ഭാഗം അല്ല ഷെയ്ഡിങ്ങിൽ വരുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ള ഇപ്പുറത്തെ കടലാസ് കഷ്ണമാണ് ഷെയ്ഡിങ്ങിൽ വരുന്നതെന്ന് മനസ്സിലായി. x + y ≤ 3 ഇതാണ് x + y = 3. അവിടെ വെച്ച് കത്രികയ്ക്ക് മുറിച്ചു, കടലാസ് 2ആയി മുറിഞ്ഞു, താഴെയാണ് 0 + 0 അതായത് 0 ≤ 3 ശരിയാണ് കിട്ടിയത്. അതുകൊണ്ട് x + y = 3 എന്ന് പറയുന്ന ഈ ലൈൻ്റെ 0 കിടക്കുന്ന ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ലൈൻ്റെ ആണെങ്കിൽ മുകളോട്ടുള്ള ഭാഗമായിരുന്നു, രണ്ടാമത്തെ ലൈൻ്റെ ആണെങ്കിൽ താഴേക്കുള്ള ഭാഗമായിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും കൂടി കോമൺ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതും വരും, ഇതും വരും, ഇതും വരും, ഇതെല്ലാം വരും. കാരണം x + y = 3യുടെ താഴേക്കുള്ള ഭാഗം എന്ന് വെച്ചാൽ ഇതെല്ലാം വരും. 2x + y = 4ൻ്റെ മുകളിലേക്കുള്ള ഭാഗം. അപ്പോൾ ഇവിടെ ഇതെല്ലാം വരുന്നുണ്ട്. ഇത്രയും ഭാഗം ഷെയ്ഡിങ്ങിൽ വരുന്നുണ്ട്, രണ്ടെണ്ണത്തിൻ്റെ നോക്കിയപ്പോൾ തന്നെ. മൂന്നാമത്തത് 2x - ty ≤ 6 ആണ്. അതാണ് ഈ ലൈൻ. ഇതിലെ കത്രികയ്ക്ക് കട്ട് ചെയ്തു, 0 കിടക്കുന്ന സൈഡ് കണ്ടുപിടിച്ചു, അത് ഇട്ട് നോക്കി, 0 എന്ന് വന്നു. ഇവിടെ <6 ശരിയാണ്. അപ്പോൾ 0 കിടക്കുന്ന ഭാഗമാണ് ഷെയ്ഡിങ്ങിൽ വരുന്നത്, അതായത് ഈ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം രണ്ടെണ്ണം ഇൻഇക്വാളിറ്റിയുടെ കോമൺ റീജിയൻ കണ്ടതിൻ്റെ കൂടെ ഈ ഭാഗം കൂടി ഷെയ്ഡിങ്ങിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ ഇത് മാത്രം ഔട്ടായിപ്പോയി. അപ്പോൾ ഇവിടെ കൂടെ ഷെയ്ഡിങ്ങിൽ വരും, ഇതും വരും. അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ കോമൺ റീജിയൻ നമ്മളിങ്ങനെ കണ്ടുവച്ചേക്കുവാണ് ഇത്രയും. ഇനി നമുക്ക് x > (0), y > (0) എന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടി ഈ കൂടെ പരിഗണിക്കാനുണ്ട്. ഇത്രയും സ്ഥലം കൂടി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കംപ്ലീറ്റ്, പോസിറ്റീവ് y ആക്സിസും പോസിറ്റീവ് x ആക്സിസും ഉൾപ്പെടെ. അപ്പോൾ നമ്മുടെ മൂന്നെണ്ണത്തിൻ്റെ കോമൺ റീജിയൻ ഇത്രയും ഭാഗമായിരുന്നു. അതിൽ ഈ മൗസിൽ പിരിക്കുന്ന ഈ വെളുത്ത സ്ഥലം ഒഴിവായിപ്പോയി. ഇതാണ് ഈ ഷെയ്ഡിങ്ങായി വരുന്ന 5 ഇൻഇക്വാളിറ്റിയുടെ കോമൺ ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത് എന്ന് മനസ്സിലായി. 18ാമത്തെ കണക്ക് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കണക്കുകൾ നിങ്ങൾ ശരിക്കും പഠിച്ച് വൈകുന്നേരം ആകുമ്പോൾ പരീക്ഷ എഴുതുക.